സ്വന്ത തപ്പുറ പോലും പെഞ്ഞായിമാറ് തലക്ക് വെച്ചിട്ട് മാപ്പിളമാർ ഓണ്ടൊട്ടിക്ക് ഭാഗത്തിലേ വന്ന മിസ്റ്റേക്സ് ഓണ്ട ഭാഗത്തിലേ വന്നമേ തപ്പു അതിരെ എന്തിറാക്കരെ പെഞ്ഞായിരെ തലക്ക് കെട്ടിവെക്ക നീ ആക്കിയല്ലേ നീ അങ്ങനെ ചൊന്നത് കൊണ്ടിട്ടല്ലേ ഞാൻ അവിടെ അങ്ങനെ ആക്കിയേ ആ ഒരു ടൈപ്പിൽ എന്തൊരു ഇങ്ങനെ സ്വന്ത തപ്പുറെ പെഞ്ഞായിമാർ തലക്ക് കെട്ടി വെക്കറേ മാപ്പിളമാർ ഇത് മാപ്പിള പിരിസപ്പാടുള്ള ഒരു മാപ്പിളയുടെ ക്വാളിറ്റി അല്ലത് എക്സാമ്പിൾ ചൊല്ലെങ്കിൽ ഇതിപ്പോ ഒരു സ്കൂള് മാസ്റ്റർ ഒട്ടിക്ക് പോയിട്ട് എന്തെങ്കിലും ചൂടായിട്ട് പാറ് ഈ ബാപ്പ അല്ലെങ്കിൽ ബാപ്പക്ക് പോയി ഇത് മാസ്റ്റർ പോയിട്ട് ഇത് ചണ്ട അടിച്ചതായിട്ട് അടിക്കുക അടിച്ചേറാ ഇത് എന്തിനായിട്ട് ഫുള്ള് പബ്ലിക് ಗೊಂತೈತೆ എല്ലാം നാറിത്ത് എല്ലാവർക്കും ಗೊಂತೈತೆ അത് ഇതെല്ലാം ബത്തുകു എല്ലാം പിന്നെ കൊണ്ട് വന്നിട്ട് എന്തിന വേണ്ടത് അപ്പൊ ആക്കുകല്ലാക്കിറ അടിക്കുക അടിച്ചേറ ഇത് എല്ലാം പബ്ലിസിറ്റി അത് ഇത് എല്ലാം ആയത് കൊണ്ടിട്ടു ഇനി ഒന്നുകൂടി ആ അടിച്ചതിരെ വീഡിയോസ് അത് ഇത് എവിടെയെങ്കിലും CC ക്യാമറ കട്ടിങ് അത് ഇത് എടുത്തിട്ട് വൈറലായിട്ട് പിന്നെ ചൊല്ലവേ വേണ്ട കാരണം ഈ ചങ്ങായി ഇനി പുറത്തുക ഇലിഞ്ഞിട്ട് നടക്കുക ആവാത്ത അവസ്ഥ എന്തിര് അതല്ല അതാ സ്കൂളിലെ മാസ്റ്റർ അടിച്ചോണ്ടല്ല സ്കൂളിലെ മാസ്റ്റർ അടിച്ചാറല്ല ഇതിലാണ് ചെന്നിട്ട് ആ ഒരു ടൈപ്പില് ഒരു ഫംഗ്ഷന്റെ അവിടെ പോയെങ്കില ഓടകെ പോയെങ്കില ആ ഒരു ടൈപ്പിലായിട്ടേക്കും ആൾമാർ കൊണ്ടകാണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിത്തിന്റെ പേരിക്കും എന്നെ ആയിട്ട് ഇത് എല്ലാം വന്നിട്ട് എന്തിനാക്കറേ നീനല്ലേണ്ട് ഇതിന്റെ കാരണം നീനല്ല നീനല്ല അവന്റെ വിഷയത്തിൽ വന്നിട്ട് നീ ചൊന്നപ്പ അങ്ങനെ ആയിത്തിക്കിற ഞാൻ അവിടെ പോയിട്ട് റിയാക്ട് ആക്കിരേ അങ്ങനെ ആക്കിരേ ഇങ്ങനെ ആക്കിരേ ഇതാക്കിയതെല്ലാം ഓണി അതൊരു ആ ഒരു തപ്പുറ് എല്ലാ ആറ് തലക്കേറ്റ് ഔത്ത് വന്നിട്ട് പെഞ്ഞായിരെ തലക്കിട്ടിട്ട് ഈ പെഞ്ഞായി മാപ്പിളയുടെ ഇടയില് ഈ ഒരു വിഷയത്തിൽ എന്തൊരു ഒരു നെമ്മതില്ലാണ്ട് പോണ്ട ഒരവസ്ഥ ഇതെല്ലാം കോമൺ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയാസ് അത് ഇതിലെല്ലാം ചമ്മ കണ്ടുകൊണ്ടുള്ള ഒരു വിഷയമായിട്ട് ഇതല്ല എന്റെ പോയിന്റ് അവിടെ സ്വന്തത്തെ ഉള്ളിലെ തപ്പുറമേ പെഞ്ഞായിമാരെ തലക്കിട്ടിട്ട് അപ്പൊ ഈ ഒരു വിഷയ അത് ഇതെല്ലാം ഇത് നല്ല ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിട്ടിരിക്കുന്നത് അപ്പൊ അക്കാരനെ കൊണ്ടിട്ടു ഈ ഒരു വിഷയം ഞങ്ങ നല്ല നടത്താക്കണം ഇനി സ്കൂളിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ പബ്ലിസിറ്റി ആയെങ്കിലും പിന്നെയും ഈ കിടാവുക പോലും അതില് നല്ല എഫക്റ്റ് ആവാം അതായിട്ട് ഈ റിയാക്ട് ആക്കറ മുന്നോളിಗೆ ഞങ്ങ ഒരു ചിന്തന ആക്കിട്ട് റിയാക്ട് ആക്കണോണ്ട് ചൊല്ലാങ്ങ ഇനിയിപ്പോ ഈ കാരണം കൊണ്ടിട്ടു അവിടെ പിടിച്ചതുക്ക അവിടെ ചിലപ്പോ ക്ലാസ് റൂമില് ചേഞ്ചസ് ആക്കിട്ടിക്കുവാറ് അതാക്കിട്ടിക്കുവാറ് ഇതിപ്പോ ഇതിനിടയിൽ വന്ന ഒരു കേസ് ആയിട്ടിരിക്കുന്നു ഒരു മദ്രസത്തില് അവിടെ എന്തിനായിട്ട് ചെറിയൊരു കിടാവുക എന്തിനാ മാടി അടിയില്ല കാരണം വെച്ചൊന്ന് ഈ കിടാവുക ബേസിക് ലെവൽ അത് ഇതൊന്നും ഇല്ല ഈ ബേസിക് ലെവൽ അത് ഇതെല്ലാം ഇല്ലാത്തതിന് ആളുകൾ അടിച്ചിട്ട് പോയത് ഈ അടിച്ച ആളുക്ക് പോയിട്ട് ഈ പാരന്റ്സ് എന്തിനാക്കിത്ത് പോയിട്ട് നല്ല അവിടെ കമ്മിറ്റിയിൽ അത് ഇതിലെല്ലാം തെള്ളു ജഗബുഗാക്കിട്ട് ലാസ്റ്റ് അവിടെ എന്തിനാക്കേണ്ടി വന്ന് ഈ കിടാവുടെ ക്ലാസ് രമേ അപ്പറ ചേഞ്ചസ് ആക്കേണ്ടി വന്നു ഇതിന് മുഖാന്തരം ഈ ചേഞ്ചസുമായ പിന്നെ ഓ മൈ ഗാഡ് ഈ കിടാവര് എല്ലാ ടാർഗറ്റ് കാരണം ഈ ക്ലാസ്സിലെ ഉസ്താദരെ ചേഞ്ചസ് ആക്കിയത് അപ്പുറത്തെ ഉസ്താദർ ഇപ്പുറത്ത് ഇട്ടിട്ട് ഇപ്പുറത്തെ ഉസ്താദർ അപ്പുറത്ത് ഇട്ടിട്ട് ആ ടൈപ്പിലാക്കി ആക്കുമ്പോ ഈ ബാക്കിയുള്ള മക്കൾക്കെല്ല ചിലപ്പോ അവിടെ എന്തൊരു ലൈക്കായിട്ടുള്ള ഉസ്താദായിട്ട് അപ്പൊ ഈ നീനായിട്ടിക്കറ് നിന്റെ കാരണത്തിലായിട്ടിക്കറ് ഞങ്ങൾ ഉസ്താദ് ചേഞ്ച് ആക്കിയത് അതാക്കിയത് ഇതാക്കിയത് ചെന്നിട്ടു ഈ കിടാവരൊട്ട് എന്തൊരു എപ്പം ഇങ്ങനെ കിരിക്കരുത് ഇറിറ്റേഷൻ ആക്കിക്കൊണ്ടിരിക്കരുത് ഈ ഇറിറ്റേഷൻ അത് ഇതെല്ലാം നിരന്തരം വന്നെങ്കിൽ
ഏതൊരു മക്കൾക്കും പിന്നെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്കൂളുക്ക് അല്ലെങ്കിൽ ആ ഒരു മദ്രസക്ക് ಹೋಗಿ ಇಂಟ್ರೆಸ್ಟ್ ഇക്കുവാ ഇല്ല. അപ്പൊ അതായിട്ടിക്കർ ഞാൻ ചൊല്ല ഇതിന് ഇടയിൽ പിന്നൊന്നും കൂടി ഇതങ്ങ് അർത്ഥാക്കണം. അതായത് സേർമാരാവട്ടാവട്ടിಗೆ ടീച്ചർമാരൊട്ടകാവട്ടെ ഉസ്താദ്മാരൊട്ടിಗಾവട്ടെ ആരൊട്ടിಗೆ മുട്ടയും ആവട്ടെ ഞങ്ങ പോയിട്ട് ആക്കുകയെല്ലാം ജഗപുകാത് ഇതെല്ലാം ആക്കിയെങ്കിലും പിന്നെ ഇതിനെ അനുഭവിക്കാറിത് ഞങ്ങളെ മക്കായിട്ട്. അപ്പൊ ആ ഒരു വിഷയം കൂടി ഞങ്ങൾ അർത്ഥാക്കിട്ടേ റിയാക്ട് ആക്കിற ആളൊട്ടിಗೆ റിയാക്ട് ആക്കിற രീതിയിൽ റിയാക്ട് ആക്കുന്നത് പോലെ റിയാക്ട് ആക്ക. ഇനിയിപ്പോ ഇതേ ഒരു സാറൊട്ടിಗೆ ഇതിപ്പോ സാർ അടിച്ചത് അല്ലെങ്കിൽ ആ ടീച്ചർ അടിച്ചത് ആ ടീച്ചറൊട്ടിಗೆ മെല്ലെ ഒരു സോഫ്റ്റ് ആയിട്ട് കിടാവരെ അടിച്ചിട്ട് എല്ലാ ഒരു പൊക്കല അത് ഇതെല്ലാം കാണുമ്പോ അതെ ഞങ്ങക്ക് സഹിക്കാവില്ല മാം. ഈ ഒരു ടൈപ്പിലല്ല നീങ്ങ ആക്കിയത് അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവാ. ആ മാം അവിടെ പൊട്ടി ബുൾപ്പെടുവയില്ലേ. ആ സർ ആവട്ടെ മാം ആവട്ടെ ഉസ്താദാവട്ടെ ആറുമാവട്ടെ അവിടെ ഈ ഒരു ടൈപ്പിൽ ഒരു പാരന്റ്സ് പോയിട്ട് റിയാക്ട് ആക്കിയെങ്കിൽ കാരണം ഇത് ആളുടെ മുന്നിലല്ല പബ്ലിക്കിലല്ല അയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഒരു ടൈപ്പ് ഇത് പോയിട്ട് ഈ ഒരു ടൈപ്പിൽ ആ സങ്കട ഇട്ടിക്കറി എന്തിനാക്കറ് ഞങ്ങള് ജഗബുഗാക്കറ് പറയിപ്പാട്ടറ് അത് ഇത് എല്ലാം ആ ടൈപ്പിലെല്ലാം ആക്കറ്. ആ സങ്കടത്തമേ അയാളുടെ തലക്കിട്ട് വിട്ടെങ്കില ഐ ഫീൽ ഡാഷ് യു ഫീൽ നാണ് ഈ ഒരു കിടാവുക ഈ ടൈപ്പില് അടിച്ചത് അത് ഇതെല്ലാം നക്കത് ഭയങ്കര ഫീൽ ആയിരുന്നു. ആ ഫീലിംഗ് എടുത്തിട്ട് അത് നിയമേ അനുഭവിക്കറി എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ഈ ഒരു ടൈപ്പില് റിയാക്ട് ആക്കിയെങ്കിൽ അയാള് സോറിയില്ലേ അത് ആ ഒരു ടൈമിൽ എന്തരമാ ആ ഒരു ഇതാക്കി പോയിரு எனக்கு நீங்க மாஃபாக்கறாவதினே இல்ல கிடாவற நான் இனி நல்ல ஒரு இதுல நான் ഒന്ന് കെയർ ആക്കറേ അതാക്കറേ ബേജാറാവണ്ട ചെന്നിട്ടു ഏതൊരു മനുഷ്യത്വം ഉള്ളാലും ഈ ഒരു ടൈപ്പിൽ റിയാക്ട് ആക്കോക്കാല്ലേ. ഇത് പിന്നെ ജഗബുഗാക്കിട്ട് പിന്നെ പോയെങ്കില് അത് എത്ര ആയെങ്കിൽ അത് അത്രന്നെ. ഇനിയിപ്പൊ ഈ ഒരു ഉസ്താദരമാ ഈ ഒരു സാറമാ ഈ ഒരു ടീച്ചറമാ ഒന്നോളൂ കാലകാല ഈ കിടാവ് പോയിട്ട് ദച്ചെങ്കിൽ പോലും ഓണിക്ക് എന്തെങ്കിലും എൽമ കിട്ടുവാ എന്ത് കിട്ടില്ലേ. വാല്യൂ പോയെങ്കില് അവിടെ ആളുടെ ഒട്ടിಗೆ ഉള്ളേ വാല്യൂ പോയെങ്കില് ആ ആള് ചൊല്ലത് ഇങ്ങ അക്സെപ്റ്റ് ആക്കുക അവരാ സ്വീകരിക്കുക അവരാ ഇല്ല. അത് എപ്പം അന്നൊക്കെ അടിച്ചല്ല എന്റെ ബാപ്പ അടിച്ചല്ല അങ്ങനെ ചെന്ന് അയാളുടെ ഒട്ടിക്കുള്ള വാല്യൂ പോയിരാവാ മാമയുടെ ഒട്ടിക്കുള്ള വാല്യൂ പോയിര് ആ വാല്യൂ പോയെങ്കിൽ അങ്ങനെ പഴക്കത്ത് കഥ ഇതൊക്കെന്തും പിന്നെ അവിടെ എന്തിരിക്കല ദിന്നേക്കല്ലേ എസ്സറിനും. അപ്പൊ ഈ ഒരു വിഷയം കൂടി ഞാനതിരെ ഇടയിൽ സൂചന ആക്കിയാണ്ടുള്ള ഏതൊരാളൊട്ടിക്കും റിയാക്ട് ആക്കുള്ള റൈറ്റ്സ് ഏതൊരു പാരന്റ്സ് കൊണ്ടു സാർ ഒരടിച്ചെങ്കില കേക്കുള്ള റൈറ്റ്സ് ഏത് പാരന്റ്സ് കൂടെ ഉണ്ടു. കേക്കറ ടൂണുള്ളൂ കേക്കറത് പോലെ കേട്ടിട്ട് ആ ഒരു ടൈപ്പിലായെങ്കിലും നിങ്ങളെ കിടാവുകും ഇതര കാരണം കൊണ്ടിട്ടു ഈ ഒരു അടിയ പിടിയ ഇതര കാരണം കൊണ്ടിട്ടു പിന്നെ ഉള്ളേ അവന്റെ ലൈഫ് നല്ല ഇതിൽ നല്ല ഒരു കാറ്റഗറി ബറുവയില്ലേ റൈറ്റ്. കാരണം ഈ ഒരു ടൈപ്പിൽ ഞാൻ പഠിച്ചൊന്ന ആ ഒരു ഫീലിംഗിനെ പോലെ ആ ടൈപ്പിൽ അങ്ങനെ ടീം ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യത്തുള്ളാലും നല്ല കെയർ എടുക്കും എല്ലാം എടുക്കും റൈറ്റ്. അപ്പൊ ഈ ഒരു ഫാമിലിയുടെ ഇതിന്റെ ഇടയില് ഞാൻ ഈ ഒരു വിഷയം കൂടി ഇൻക്ലൂഡ് ആക്കിയത്. അപ്പൊ ഈ ഒരു വിഷയം ഞങ്ങൾ ഒന്ന് അർത്ഥാക്കിയെങ്കില് ഞങ്ങൾക്കൊന്ന് ഹാപ്പി. ഞങ്ങളെ മക്കള് പഠിപ്പാട്ടരെ ടീച്ചേഴ്സ് ആവട്ടെ ഉസ്താദ്മാരാവട്ടെ അങ്ങൊന്ന് ഹാപ്പി. അങ്ങും ഇതിരെ മുഖാന്തര ഈ ഒരു ടൈപ്പിലും ഇത് വാക്യ മുഖാന്തര ബാക്കിയുള്ള മക്കളൊട്ടികയും അങ്ങനെ ശൈലി അങ്ങനെ ബിഹേവിയർ അതായത് അങ്ങനെ സ്വഭാവ രീതിയും എന്താവും ചേഞ്ചസ് ആവും അല്ലേ. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് അർത്ഥാക്കിട്ട്
പിന്നെ ഇന്നത്തെ ഒരു ലൈവിൽ നിങ്ങൾക്കൊരു ഒരു ഗിഫ്റ്റ്. ഇതിലിപ്പോ ഞങ്ങള് ലൈവ് എടുക്ക തുടങ്ങിയിട്ട് കുറെ കാലായിട്ട്. ഇപ്പൊ ഫാമിലിയുടെ വിഷയത്തിലും നാണ് ഇതിലായിട്ട് യാറ് ನಾನು ഡിസ്കഷൻ അത് ഇതെല്ലാക്കി ഉണ്ടുമില്ല. ನಾನು അതില് കുറെ ನಾನು ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റനർസ് അതാ ഇതാ എന്തെങ്കിലും ഇന്നെങ്കില് കേക്കാ കമന്റ് ഇതെന്തൊരു കമന്റ് ബോക്സിൽ അത് ഇതിൽ എല്ലാത്തിലും കേക്കാ ചെന്നത്. അതിലിപ്പോ ചിലപ്പോ എല്ലാവർക്കും അതിന് ഓപ്പൺ ആയിട്ട് ചൊല്ലുക അത് ഇത് എല്ലാം ഇക്കരല്ലേ മനസ്സമാരല്ലേ ഞങ്ങൾ. ഓക്കെ, ഞങ്ങള് ഡിസ്ക്രിപ്ഷനില് അതിന് ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കാം. അതിൽ നിങ്ങൾക്കുള്ള എന്തൊരു ക്വസ്റ്റനർസ് അത് ഫാമിലി സംബന്ധമായിട്ടുള്ള അതിന് നിങ്ങൾക്ക് എന്തൊരു നിങ്ങൾക്ക് കേൾക്കുന്നെങ്കിലും നിങ്ങൾക്ക് എന്തരാവാ അതിന്റെ വിഷയത്തിൽ കേൾക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ആൻസർ തരും. നിങ്ങളെ പേര് ആദാ ഇതോടെന്തോ ഹൈലൈറ്റ് ആക്കില്ല, അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അത് ഇതൊന്നും വേണ്ട. അത് ആർക്കും ഗൊന്താവില്ല. അത് നക്ക് മാത്രം അതിന് ആ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ടൈപ്പിലുള്ള നിങ്ങൾ അവിടെ ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എന്തൊരു ക്വസ്റ്റനർസ് അത് ഇതെല്ലാം ഇന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ കറുത്താം. അപ്പോ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾ യൂസ് ആക്കുക. ഓക്കെ, നൈസ് ടു മീറ്റ് യു. സി